ഹായ് നമസ്തേ വെൽക്കം ബാക്ക് വ്യൂസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇൻട്രേഡർ. ഇന്നത്തെ സെൻസെക്സിൽ മോർണിംഗിൽ ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ആയ മാർക്കറ്റിൽ നിന്നും സ്കാൽപ്പിങ്ങിൽ 1 മിനിറ്റിൽ എടുത്ത പുട്ടിൻ്റെ ട്രേഡാണ്. അതിൽ 75-300 പുട്ടിൽ നല്ലൊരു അപ് ട്രെൻഡിൻ്റെ എൻട്രി പോയിട്ടുണ്ടായിരുന്നു. അതിൽ 328 നമ്മൾ എൻട്രി എടുത്തത്. അപ്രോക്സിമേറ്റ് നമുക്ക് 493 വരെ നമുക്ക് ട്രേഡ് പോയിട്ടുണ്ട്. അതൊരു 9:30 ആയപ്പോഴത്തേക്കും മാർക്കറ്റ് റിട്രേസ്മെൻറ്റിൽ നിന്ന് അവിടുന്ന് ട്രേഡ് എടുത്തതാണ്. അവിടുന്ന് നല്ലൊരു എൻട്രി കിട്ടി. അത് കഴിഞ്ഞ് രണ്ടാമത് പിന്നെയും ബ്രേക്ക് ചെയ്ത് കയറി. ഇപ്പം നമുക്ക് 1 മിനിറ്റിൽ നമുക്കുള്ളൊരു നമുക്ക് സെൻസെക്സിലൊരു അപ് ട്രെൻഡിൻ്റെ എൻട്രി, പക്ഷേ സ്ട്രോങ് ആയിട്ടൊരു ബൈ മൂവ്മെൻ്റ് അല്ല. പക്ഷെ 2 ടാർഗറ്റ് നമുക്ക് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ പുട്ട് സൈഡ് പോലെ നല്ല അപ് ട്രെൻഡ് കയറിയിട്ടില്ല. അതായത് മാർക്കറ്റ് ഡൗൺ ഇറങ്ങിയ പോലെ നല്ലൊരു അപ് ട്രെൻഡ് കയറിയിട്ടില്ല. എന്നാലും നമുക്കൊരു എൻട്രി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിൽ നമുക്ക് ഓപ്ഷൻസിൽ പുട്ട് സൈഡിനും കോൾ സൈഡിൽ നിന്നും വന്ന എൻട്രി നമ്മുടെ സോഫ്റ്റ്വെയർ കാണിച്ച പെർഫോമൻസും കൂടെ കാണിച്ചു തരാം. എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതിനകത്ത് എങ്ങനെ എൻട്രി എടുക്കാം, ഇതിൽ സൈഡ് വേസ് ഐഡൻറ്റിഫിക്കേഷൻ എങ്ങനെ, സ്ട്രോങ് ബ്രേക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതൊക്കെ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ലേറ്റസ്റ്റ് സെഷനിൽ സൈഡ് വേസ് എക്സ്ട്രാ കളർ സഹിതം കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രോങ് മൂവ്മെൻറ്റും സ്ട്രോങ് അല്ലാത്ത അതായത് സൈഡ് വേസ് മൂവ്മെൻറ്റും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. അതിൽ മോർണിംഗ് സൈഡിൽ 1 മിനിറ്റിലാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എൻട്രി എടുക്കാം. അതിൽ ഇന്ന് കാണിച്ച 2 ട്രേഡാണ്. ആ 2 ട്രെയിൻ്റെ നമ്മുടെ സോഫ്റ്റ്വെയർ പ്രത്യേകിച്ച് ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയ മാർക്കറ്റിൽ നിന്ന് നമുക്ക് എവിടെ എൻട്രി എടുക്കണം എന്ന് കറക്റ്റായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻഡിക്കേഷൻ തരുന്നുണ്ട്. സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. ഇന്നത്തെ സെൻസെക്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സിൻ്റെ ചാർട്ടിൽ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആയ സമയത്ത് നമുക്ക് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിൽ വന്ന സെല്ലിൻ്റെ എൻട്രി കണ്ടിന്യൂഷൻ ആയിട്ട് പോയതാണ്. ഇവിടെ ക്ലോസിങ്ങിൽ സെല്ല് വന്നു. അത് ഇന്ന് മാർക്കറ്റ് മാർക്കറ്റ് ഇറങ്ങി. പക്ഷേ രണ്ടാമത് പിന്നെ റിട്രേസ്മെൻറ്റിൽ നിന്ന് എടുത്തു. ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. താഴെ റെഡ് ആയതുകൊണ്ട് നമുക്ക് തിരിച്ച് സെല്ലിലേക്ക് തന്നെ പോകുന്ന അവിടെ ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. കാരണം അപ്സൈഡിൻ്റെ ഒരു എൻട്രി അവിടെ തന്നിട്ടില്ല തിരിച്ച് കയറിയപ്പോഴും. അപ്പോൾ തിരിച്ച് മാർക്കറ്റ് ഇറങ്ങി സപ്പോർട്ടിനെ കട്ട് ചെയ്യപ്പോൾ ഇവിടെ എൻട്രി എടുക്കാം. അവിടെ നിന്നാണ് ആ സമയത്ത് 75-300 പുട്ട് ഞാൻ എടുത്തത്. അപ്പോൾ അവിടുന്ന് ആ സമയത്ത് ബൈ തന്നിട്ടുണ്ടായിരുന്നു. ബൈൻ്റെ ഇൻഡിക്കേഷൻ അവിടെ മോർണിംഗിൽ തന്നു. അവിടുന്ന് പക്ഷേ ഗ്യാപ്പ് അപ്പിൽ കയറിയോണ്ട് ഇവിടുന്ന് എടുക്കാൻ പറ്റില്ല. കാരണം ഓൾറെഡി ഇത്രയും കയറിയിട്ട് ഓപ്പൺ ആയത്. തിരിച്ച് മാർക്കറ്റ് ഇറങ്ങിയിട്ട് ഇവിടെ നിന്നാണ് കയറി. ആ സമയം അപ്പോൾ അപ്രോക്സിമേറ്റ് 9:30 9:30ക്ക് നമുക്ക് 328 ആ ഒരു റേഞ്ചിലാണ് നമുക്ക് ബ്രേക്ക് ചെയ്ത് കയറിയത്. അവിടുന്ന് മാർക്കറ്റ് തിരിച്ച് നല്ലൊരു എൻട്രി പോയിട്ടുണ്ട്. 500 ഒക്കെ വരെ പോയിട്ടുണ്ട്. 500 കഴിഞ്ഞിട്ടും പിന്നെ തിരിച്ചിറങ്ങിയിട്ട് മാർക്കറ്റ് തിരിച്ച് പിന്നെയും കയറി 427 രണ്ടാമത് പിന്നെയും കയറി പോയിട്ടുണ്ട്. അവിടുന്ന് 533 വരെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു എൻട്രി ആയിരുന്നു അത്. നമുക്ക് പ്രോഫിറ്റ് 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്ത എക്സിറ്റ് അല്ല. നമുക്ക് തിരിച്ച് മാർക്കറ്റ് റിട്രേസ്മെൻറ്റ് പോകുന്ന ഒരു ഹോൾഡ് ചെയ്യാം. ഈ ലൈൻ തിരിച്ചിറങ്ങുന്നത് നമുക്ക് താഴെ ഗ്രീൻ മാറാത്തതും അത് റിട്രേസ്മെൻറ്റ്, അതായത് മാർക്കറ്റ് ആ സപ്പോർട്ടിനെ ടച്ച് ചെയ്ത് തിരിച്ചിറങ്ങുന്നത് നമുക്കവിടെ ഒരു ഡൗൺ സൈഡിന് എൻട്രി അല്ല തിരിച്ച് കയറുമെന്ന് ഇൻഡിക്കേഷൻ തരുന്നുണ്ട്. ഇവിടെ സൈഡ് വേസ് തന്നിരുന്നു. പക്ഷെ താഴെ മാറാതെ തിരിച്ച് കയറി. അത് കഴിഞ്ഞ് സെല്ല് ഇവിടെ വന്ന സമയത്താണ് ഇവിടെ സപ്പോർട്ട് അടിച്ച് താഴെ മേളിൽ ഒന്നിച്ചു. പക്ഷേ ഇവിടെ കൺഫേം ആയി വന്നപ്പോൾ ഇവിടെ മാർക്കറ്റ് എത്തി. അപ്പോൾ പെട്ടെന്നൊരു സഡൻ ഡൗൺ ആയിരുന്നത്. അത് നമുക്ക് സെൻസെക്സിൻ്റെ അവിടെ മാർക്കറ്റ് അവിടെ ബൈ സൈഡ് തന്നിട്ടുണ്ട്. അവിടെ 10.25 ബൈ. പക്ഷെ അവിടെ കൺഫർമേഷൻ ആ സമയത്ത് സൈഡ് വേസ് ആണ് തന്നിരുന്നത്. പക്ഷെ ഇവിടെ കൺഫേം ആവുന്നുണ്ട്. നമുക്ക് താഴെ ഗ്രീൻ ആയതുകൊണ്ട് കൺഫേം. പക്ഷെ അവിടെ സ്ട്രോങ് ബ്രേക്ക് ആയിട്ട് പോയിട്ടില്ല മാർക്കറ്റ്. പക്ഷെ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. വലിയൊരു അപ് ട്രെൻഡിൻ്റെ മൂവ്മെൻ്റ് അല്ല. കാരണം ഇത് സൈഡ് കളർ ചേഞ്ച് തന്നിരിക്കുന്നതുകൊണ്ട് നമുക്കവിടെ മാർക്കറ്റ് റിവേഴ്സിന് ചാൻസ് ഉണ്ടെന്നുള്ളത് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അത് കൺഫർമേഷൻ കറക്റ്റ് ലെവൽ വരാക്കി. ഇവിടെ സൈഡ് വേസും താഴെ ഗ്രീനും ആണ്. പക്ഷെ കളർ ചേഞ്ച് ആണ് അവിടെ തരുന്നത്. അപ്പോൾ സ്ട്രോങ് ആയിട്ടൊരു അപ്പ് മൂവ്മെൻ്റ് അല്ല. പക്ഷെ എടുക്കണമെങ്കിൽ റിസ്കിൽ എടുക്കണം. അത് സോഫ്റ്റ് അവിടെ എക്സ്ട്രാ കളർ സഹിതം കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്. സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് ലൈവിൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചത് മിനിറ്റ് വയസ്സിൽ സെൻസെക്സിലെടുത്ത ചാർട്ടിൻ്റെ മൂവ്മെൻ്റ് ആണ്. താങ്ക് യു.